ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ വാഴ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യം പോയത് ഫാൻ വാങ്ങാനായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും ചേച്ചിയും കൂടെയാണ് പോയത്. അങ്ങനെ പോയപ്പോൾ കടയിലെത്തിയപ്പം ഒരു കടയിൽ ഒരു റേറ്റെങ്കിൽ വേറെ കടയിൽ വേറെ റേറ്റ്. അങ്ങനെ പോയപ്പോൾ രാത്രിയായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫാന് വാങ്ങണ്ട, നാളെ വന്ന് വാങ്ങാം അങ്ങനെയെന്ന്. എന്നിട്ടാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പെട്രോൾ തീർന്നു പോയി. പിന്നെ ഞാനും അമ്മയും കൂടെ പെട്രോളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട്, ഈ പെട്രോൾ തീരാൻ വേറെ ഒന്നുമല്ല കാരണം ഇവളാണെങ്കിൽ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കാതെ പെട്രോൾ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങ് പോയതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ എത്തിയിരുന്നെങ്കിൽ പെട്രോൾ പമ്പൊക്കെ എത്തി സെറ്റാവുമായിരുന്നു. പക്ഷേ അതിന് മുന്നേ കുറച്ച് സ്റ്റോപ്പിലെത്തിയപ്പം അത് പെട്ടെന്ന് തീർന്നു പോയി. അങ്ങനെയാണ് ഈ പെട്രോൾ കഥ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നല്ല മഴയുണ്ടായിരുന്നു. നൈറ്റ് ആയപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ കാറിൽ കയറിയപ്പോൾ ചേച്ചി പറഞ്ഞ് നമുക്ക് വാഴ സിനിമ കാണാൻ പോകാം. ഇതിൻ്റെ ഇടയിൽ ഒരു കട കാണിച്ചത്, അത് ഫാൻ കടയാണ്. അവിടെ പോയപ്പം പല റേറ്റ് പറയണോണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല, അത് രാത്രിയായി. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അമ്മ സാറേനെയൊക്കെ എടുത്ത് കൊഞ്ചിച്ച്. കാരണം അവൾക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ സാറേനെയൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിന്ന്. അപ്പം പിന്നെ ആശാത്തിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ആയി. അമ്മ കുറച്ച് എടുക്കും, അല്ലെങ്കിൽ ആരെടുത്താലും പിന്നെ അവൾക്ക് ആശ്വാസമാവും. അതാണ് സാറ. വീട്ടിൽ വന്ന എൻ്റെ കാരണമെന്ന് വെച്ചാൽ അനിയൻ വീട്ടിലായിരുന്നു. അവനെ കൂട്ടാതെ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അവനാണെങ്കിൽ വാഴ സിനിമ കണ്ട് അവൻ വേറെ ഏതെങ്കിലും സിനിമ കാണാമെന്ന് പറഞ്ഞാണ് വന്നത്. അങ്ങനെ അവൻ ആട് കാണാൻ പോയി, ഞങ്ങൾ വാഴ 2 കാണാൻ പോയി. അങ്ങനെ തിയേറ്ററൊക്കെ എത്തി. തിയേറ്ററിലാണെങ്കിൽ നിറയെ ആളുണ്ടായിരുന്നു. കൂടുതലും ഈ വാഴ മൂവിക്ക് തന്നെ നിറയെ ആളായിരുന്നു. പിന്നെ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് അവൻ കാണാൻ പോയത് 9:30-ക്കുള്ള ഷോയിലാണ്, ഞങ്ങൾ 9 മണിക്കുള്ളതും. പിന്നെ ഞങ്ങൾ തിയേറ്ററിൽ കയറി. നിറയെ ആളായിരുന്നു. നിറയെ ആളായിരുന്നു. അങ്ങനെ വാഴ 2 ഒക്കെ തുടങ്ങി. പകുതി വരെയും നല്ല ചിരിക്കണതും കോമഡിയും അങ്ങനെ നല്ല രസമുള്ള മൂവിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കരച്ചിലിൻ്റെ ഒരു ഇമോഷണൽ സീൻസൊക്കെ വരുന്നത്. പിന്നെ ഇത് പകുതി എടുത്ത വീഡിയോസാണ്. ഞാൻ അവളടുത്ത് ചോദിക്കുകയാണ്, പക്ഷെ അവൾ മൈൻഡൊന്നും ചെയ്യണില്ല. അവൾ ഫോൺ നോക്കിയിരിക്കുന്നു. കൊള്ളാം എന്നൊക്കെയാണ് പറയുന്നത്. പകുതി ആയപ്പോൾ തന്നെ ഞാൻ അമ്മയടുത്തും അവളടുത്തും ചോദിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ ഇമോഷണൽ സീൻസ്, ഭയങ്കര ഹാർട്ട് ടച്ചായിട്ടുള്ള കുറച്ച് സീൻസൊക്കെയാണ് മൂവിയിൽ. എന്ന് വെച്ചാൽ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. മനസ്സ് നിറഞ്ഞൊരു മൂവിയായിരുന്നു. അങ്ങനെ ഇത് ഹാഫ് ആയപ്പോൾ തന്നെ ഞങ്ങൾ എടുത്ത ഒരു വീഡിയോസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂവിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവനെ കാത്ത് നിൽക്കുന്നതാണ് ഈ വീഡിയോ. പിന്നെ ഞാൻ അവരടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞ് ബെസ്റ്റ് മൂവിയാണ്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ പിന്നെ അവനെ കാത്ത് നിന്ന് അവൻ 9:30-ക്കുള്ള ഷോയിലല്ലേ കയറിയത്, അപ്പോൾ കുറച്ച് താമസിക്കും. പിന്നെ ആ സമയം ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത്, ഞാൻ മാത്രമല്ല അവളും എടുത്ത്. അങ്ങനെ പിന്നെ അമ്മയാണെങ്കിൽ ഒരു കോഫിയൊക്കെ കുടിച്ച്. രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല AC, അതിൽ കൂടെ തണുപ്പും ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ കയറി ഇരുന്നതിൻ്റെ ഇതാണ്. പിന്നെ അവളാണെങ്കിൽ ഇൻസ്റ്റയിൽ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനായിട്ട് എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് റിവ്യൂ ചോദിക്കണം. അടിപൊളി സിനിമ, കാണാത്തവർ എന്തായാലും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. സെറ്റ് സിനിമ, ഒരു രക്ഷയില്ല. ടിക്കറ്റ് കിട്ടുമ്പോൾ എന്തായാലും വന്ന് കാണുക. ട്രിവാൻഡ്രത്തൊക്കെ സീറ്റ് ഫുള്ളാണ്, എന്നാലും ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്തായാലും വന്ന് കാണാം. പൊളി സിനിമ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഈ വർഷത്തെ ബെസ്റ്റ് സിനിമ. അതെ, അവൾ പറഞ്ഞ പോലെ നല്ലൊരു മൂവിയാണ്, ബെസ്റ്റ് മൂവിയാണ് ഈ വർഷത്തെ. പിന്നെ അവൻ വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ കയറി വീട്ടിലേക്ക് തിരിക്കാൻ നേരത്തെ ഒരു 12 മണി എങ്ങാനും ആയി. നല്ല നൈറ്റായി. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.